തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത് ഈ ഫലങ്ങളുടെ ആഴവും പരപ്പും മാത്രമല്ല, വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടും കൂടിയാണ്. UDF ക്യാമ്പിൽ പ്രതീക്ഷിക്കാത്ത റിസൾട്ടിൻ്റെ അമ്പരപ്പും ആഹ്ലാദ തുമർപ്പുമാണെങ്കിലും LDF വ്യക്തമാക്കുന്നത് ഇത് കേവലം തദ്ദേശ സ്ഥാപനങ്ങളിലെ പ്രാദേശിക വികാരം മാത്രമാണ് എന്നാണ്. പഞ്ചായത്ത് വേറെ, നിയമസഭ വേറെ എന്ന പാഠം കേരളം 2011-ലും 2016-ലും പഠിച്ചതാണ്. ഇടതുപക്ഷം പറയുന്നത് പോലെ 2010-ലെ പരാജയം ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഫലം തിരുത്താനുള്ള ഒരവസരമാണ്. എല്ലാ വിഭാഗങ്ങളിലും മുന്നിലെത്തിയിട്ടും ഇത് സംസ്ഥാന സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന UDF ഇത് UDFനോടുള്ള വിശ്വാസമാണ് എന്ന് കരുതുന്നില്ല. UDFൻ്റെ സംഘടനാ സംവിധാനം ദുർബലമായിട്ടും അത് റിസൾട്ടിൽ പ്രതിഫലിക്കാത്തത് എന്തുകൊണ്ടാണ്? ക്ഷേമ പ്രവർത്തനങ്ങൾ വിട്ട് ശബരിമലയ്ക്കും രാഹുലിനും പിന്നാലെ പോയത് UDFന് യഥാർത്ഥത്തിൽ ഗുണം ചെയ്തെങ്കിൽ ശബരിമല വിഷയം ഉയർത്തിപ്പിടിച്ചിട്ടും പന്തളത്ത് BJPക്ക് ഭരണം നഷ്ടമായത് എങ്ങനെയാണെന്ന് പറയേണ്ടത് UDF അല്ലേ? തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP വിജയം കോൺഗ്രസിൻ്റെ ദയനീയ തകർച്ചയുടെ കൂടി ഫലമായിരുന്നോ എന്ന് കൂടി കണ്ടെത്തണ്ടേ? പാലക്കാട് ഒഴികെ സംസ്ഥാനത്ത് മറ്റ് ശക്തമായ മുന്നേറ്റമുണ്ടാക്കാൻ BJPക്ക് സാധിക്കാതെ പോയത് എന്തുകൊണ്ടാണെന്ന് കൂടി പറയണ്ടേ? ശബരിമല വിഷയം ഉയർത്തിയിട്ടും പന്തളത്ത് വിജയിക്കാത്തതിന് അവർ നൽകുന്ന മറുപടി എന്താണ്? ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വന്നതിന് പിന്നിൽ ഇടത് പാർട്ടികൾ നേരിടുന്ന പുതിയ കാലത്തെ ആശയവിനിമയ പ്രതിസന്ധികൾ കൂടി ഒരു പ്രധാന ഘടകമാണോ എന്ന് അവരും പരിശോധിക്കണം. BJP, ജമാഅത്തെ ഇസ്ലാമി, ലീഗ്, SDPI, കാസ തുടങ്ങിയ മതാത്മക പാർട്ടികൾക്ക് സ്വത്വ രാഷ്ട്രീയത്തിലൂടെ വോട്ടർമാരുടെ അടുക്കളയിൽ വരെ എത്താനുള്ള ശേഷിയും വ്യാവസായിക അടിസ്ഥാനത്തിൽ മെസ്സേജിംഗ് ആപ്പുകൾ വഴി നുണകൾ പ്രചരിപ്പിക്കാനുള്ള സംവിധാനങ്ങളും ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഈ റൂമർ ടൂളുകൾ ഇടതുപക്ഷത്തിൻ്റെ പരമ്പരാഗത മാർഗങ്ങളെ മറികടക്കുന്നുണ്ടോ? ക്രിസ്ത്യൻ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ പ്രാദേശികമായി ചിന്തിച്ചത് പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കുമെന്ന് പ്രതിപക്ഷം പ്രതീക്ഷിക്കുന്നത് അമിത ആത്മവിശ്വാസം കൊണ്ടാണോ? LDF ആത്മവിശ്വാസത്തോടെ പറയുന്നു, ജനങ്ങളോട് സംസാരിച്ച് പറയേണ്ടത് പറഞ്ഞ് അവരെ കേട്ട് അവർക്കിടയിൽ പ്രവർത്തിച്ച് തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തി മൂന്നാം അവസരത്തിന് തയ്യാറെടുക്കുകയാണ് പിണറായി സർക്കാർ എന്ന്. LDFൻ്റെ ഈ ആത്മവിശ്വാസം കാണുമ്പോൾ ഇപ്പോൾ കണ്ട ആശ്വാസവും തകരുന്ന സ്ഥിതിയിലാണോ UDFും BJPയും?